हरि ओं। दशकं 40 श्लोकं 5 सपदि साहृदबालकचेतना निशिचरान्वयजा किल पूतना व्रजवधूष्विह केयमिति क्षणं വിമൃശതീഷു ഭവന്തമുപാദതേ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. സപദി സാ ഹൃദ ബാലക ചേതന. സപദി സാഹൃദ ബാലക ചേതന നിശിചര അന്വയജ. നിശിചരാന്വയജ കില പൂതന. നിശിചരാന്വയജ കില പൂതന വ്രജ വധൂഷു ഇഹ കാ ഇയം ഇതി ക്ഷണം. വ്രജ വധൂഷു ഇഹ. വ്രജവധൂഷ്വിഹ കാ ഇയം ഇതി കേയമിതി. കാ ഇയം ഇതി ആണ് കേയമിതി ക്ഷണം. വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തം ഉപാദതേ. വിമൃശതീഷു ഭവന്തമുപാദതേ. സപദി സാഹൃദ ബാലകചേതന നിശിചരാന്വയജാ കില പൂതന വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ. ശ്ലോകം 5 അന്വയവും അർത്ഥവും നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ആ കപടബോധകയായിട്ടുള്ള ആ പൂതന മായാബാലരൂപം സ്വീകരിച്ച ആ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു എന്ന്. 5 ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഹൃദബാലകചേതന നിശിചരാന്വയജ സാ പൂതന വ്രജവധൂഷു ഇയം ഇഹകാ ഇതി ക്ഷണം വിമൃശതീഷു സപദി ഭവന്തം ഉപാദതേ കില. ഹൃദബാലകചേതന, അനേകം കുട്ടികളുടെ പ്രാണൻ അപഹരിച്ചിട്ടുള്ളവളും, നിശിചരാന്വയജ, രാക്ഷസവംശത്തിൽ ജനിച്ചിട്ടുള്ളവളും ആയ സാ പൂതന, ആ പൂതന, ആ ലളിതാവേഷം കെട്ടിയ പൂതന വ്രജവധൂഷു എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകൾ, വ്രജവധൂഷു ഇയം ഇഹക, ഇവൾ ഇവിടെ ആരാണ്, ഇതി ക്ഷണം വിമൃശതീഷു എന്ന് അല്പനേരം ചിന്തിച്ചു കൊണ്ടിരിക്കെ സപദി ഭവന്തം ഉപാദതേ കില, നിന്തിരുവടിയെ കടന്നെടുത്തുപോൽ. ആ സുന്ദരിയായിട്ട് വേഷം കെട്ടി വന്നിരുന്ന പൂതന ഭഗവാനെ കടന്നെടുത്തുപോൽ, നിന്തിരുവടിയെ കടന്ന് എടുത്തുപോൽ. ഭട്ടതിരിപ്പാട് അതിശയമായിട്ട് പറയുകയാണ്, നിന്തിരുവടിയെ കടന്നെടുത്തുപോൽ. ഭട്ടതിരിപ്പാട് പറയുന്നു, അസംഖ്യം ബാലകന്മാരെ കൊന്നൊടുക്കിയ രാക്ഷസിയായ ആ പൂതന ഈ നവാഗതയായ സുന്ദരി ആരാണെന്ന് ഗോപസ്ത്രീകൾ അത്ഭുതപ്പെട്ടു നോക്കി നിൽക്കെ അങ്ങേ കൈകളിൽ കോരിയെടുത്തുവല്ലോ. സപദി സാഹൃദ ബാലകചേതന നിശിചരാന്വയജാ കില പൂതന വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ.